മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ്റെ അമ്മ കരുണേനെ കാണാൻ ചെല്ലുന്ന സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ആ സമയത്ത് അവർക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടെങ്കിലും അവർ അത് പുറത്ത് കാണിക്കാതെ കരുണയോട് പറയുന്നുണ്ട്, ഇല്ല മോളെ, കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന്. എനിക്കത് കേട്ടാൽ മതി, ഇപ്പോഴും എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി വെളിയിൽ വരുന്ന സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മോൾ എന്ത് പറഞ്ഞു അമ്മയെന്ന് ചോദിക്കുമ്പം, മോള് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാടാ പ്രതാപ ചോദിച്ചത്. ഞാൻ എന്ത് പറയാനാ, ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി എൻ്റെ മോൾ ആ സത്യം അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിയും കരുണയും കൂടി ഒപ്പിച്ച പണിയല്ലേ ഇത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഏടത്തിയുടെ കൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയായിട്ട് വരും കേട്ടോ എന്ന്. അപ്പോൾ കരുണ കേട്ടില്ല. അപ്പോൾ എനിക്ക് കഴിവില്ല എന്നാണ് കരുണ പറഞ്ഞത്, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ മോളിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. നിന്നെ വിവാഹം കഴിച്ച അന്ന് തൊട്ട് എൻ്റെ മോളുടെ മുഖം തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതിനു മുമ്പ് എൻ്റെ കുഞ്ഞ് രാജകുമാരിയെ പോലെ ജീവിച്ചേന്ന്. ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ തിരിച്ചു മറുപടി ഒന്നും തന്നെ പറയാൻ പറ്റണില്ല. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ കരുണയെ പരിശോധിക്കാൻ വരുന്ന സമയത്ത് കരുണ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, എനിക്ക് വയറ്റിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, അപ്പം മോളുടെ മുത്തശ്ശി വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഇല്ല, മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, മോള് എന്തായാലും വിഷമിക്കൊന്നും വേണ്ട, ഇനിയും മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ സമയമുണ്ടല്ലോ എന്ന് പറയുന്നു. അത് കേട്ടതും കരുണയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ സംശയത്തോടു കൂടി ഡോക്ടറുടെ നേരെ നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മോള് സംശയിച്ചത് തന്നെയാണ്, മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിന്ന്. അത് കേട്ടതും കരുണയ്ക്ക് അങ്ങോട്ട് സമനില തെറ്റിയതുപോലെ ആവുന്നുണ്ട്. ആ സമയത്ത് കരുണ ഓർക്കുന്നുണ്ട് മഹാലക്ഷ്മീനെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് പരിഹസിച്ചതും കളിയാക്കിയതൊക്കെ. എന്നിട്ട് കരുണയ്ക്കാണെങ്കിൽ അത് ഒട്ടും സഹിക്കാൻ പറ്റണില്ല. ആകെ എനിക്ക് അവളുടെ മുമ്പിൽ ജയിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു കാരണം എൻ്റെ കുഞ്ഞായിരുന്നു, അതും ഇല്ലാണ്ടായി. ഇനി ഞാൻ എന്തിനാ ജീവിക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇനി ഞാൻ എന്തിനാ ജീവിക്കണേന്നും പറഞ്ഞ് ആ ട്യൂബും എല്ലാം വലിച്ചു പറിച്ച് എറിയുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റേഴ്സും ഡോക്ടറും കരുണയെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പം എല്ലാവരും പൊയ്ക്കോ, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നില്ലേ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അതിന് ഞങ്ങളൊന്നും ചെയ്തതല്ല, മോളുടെ ശരീരത്തിൽ എന്തോ ഒരു വിഷം ചെന്നതുകൊണ്ടാണ് കുഞ്ഞ് പോയെന്ന്. അത് കേട്ടതും കരുണയുടെ സമനില ശരിക്കും തെറ്റിപ്പോകുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ കരുണ വിഷം വാങ്ങിക്കൊടുന്നത്. അത് കരുണയുടെ കുഞ്ഞിനെ തന്നെ കൊന്നു എന്ന് കേട്ടപ്പോൾ കരുണയ്ക്ക് അത് ഭയങ്കര ഷോക്കായിട്ട് കരുണയുടെ സമനില തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അവളെ കൊല്ലാൻ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞാണോ പോയേ, ഞാനിതെങ്ങനെ സഹിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഡോക്ടർക്കും സിസ്റ്റർമാർക്കും കരുണയുടെ ഈ സംസാരം കേട്ടിട്ട് നല്ല സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആരെ കൊല്ലാൻ നോക്കിയതാന്ന് ചോദിക്കുമ്പോൾ ആ ലക്ഷ്മിയെ, ആ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയതാന്ന്. ആ സമയത്ത് ഡോക്ടർ സിസ്റ്റർമാരോട് പറയുന്നുണ്ട്, ഇതെന്തായാലും നമുക്കിനി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇത് വേറെ ആർക്കോ വിഷം കലക്കി കൊടുത്തത് ഈ കുട്ടി അറിയാതെ കുടിച്ചതാണ്. അങ്ങനെ ഈ കുട്ടിയുടെ കുഞ്ഞും പോയി. പിന്നീട് ഡോക്ടർ കരുണയോട് ചോദിക്കുന്നുണ്ട്, ആരാ മഹാലക്ഷ്മിക്ക് വിഷം കൊടുക്കാൻ പോയെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ഞാനും കൂടിയ മഹാലക്ഷ്മിക്കുള്ള പായസത്തിൽ വിഷം കലർത്തിയെന്ന് പറയുന്നു. അത് കേട്ടതും ഡോക്ടർ ഷോക്കായി പോകുന്നുണ്ട്. മോളും കൂടിയാണോ വിഷം കലർത്തിയെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനും കൂടിയാണ് വിഷം കലർത്തിയത്, അവൾക്കും കൊടുത്തു, അവളുടെ കെട്ടുവനിക്കും കൊടുത്തു, അവരും ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. അത് കേട്ടതും ഡോക്ടർ ഞെട്ടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റേഴ്സ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി എന്തൊക്കെയാണ് ഡോക്ടറെ പറയണേന്ന് ചോദിക്കുമ്പം ഈ കുട്ടി പറയണതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്, ഈ കുട്ടിയുടെ ഉള്ളിൽ ചെന്ന വിഷം എന്താണെന്നുള്ളത് ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാം, അതുകൊണ്ടാണ് അവർ അതിനുള്ള മറുമരുന്നുമായിട്ട് വന്നത്. മറുമരുന്ന് കഴിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് ബോധം വന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാം ഇത് മറ്റാർക്കോ വേണ്ടി ചെയ്തതാണ്, അത് ഈ കുട്ടിക്ക് വന്നു എന്നുള്ളൂ. എന്തായാലും ഈ കുട്ടിയുടെ മുത്തശ്ശിയും അച്ഛനും ഈ കുട്ടിയും കൂടിയല്ലേ വേറൊരാളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്, അതിന് ദൈവം കൊടുത്ത ശിക്ഷ ഈ കുട്ടിക്ക് എന്നൊക്കെ അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ സിസ്റ്റേഴ്സിനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, മയങ്ങട്ടെ കുറച്ച് സമയം, ഇല്ലെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് വയലൻ്റായ പ്രശ്നമാവും, ഇപ്പം റെസ്റ്റ് വേണ്ട സമയമാണെന്നും പറഞ്ഞ് ഡോക്ടർ ഇഞ്ചക്ഷന് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പുറത്ത് ചെന്നതും പ്രതാപൻ്റെ അമ്മയും വന്നിട്ട്, ഡോക്ടറെ മോൾ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം മോളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങൾ വേറെ ആരെയോ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കലർത്തി കൊടുത്തതല്ലേ, അത് ഈ കുട്ടി അറിയാതെ എടുത്ത് കുടിച്ചതാണ്, ഞങ്ങൾക്കതെല്ലാം മനസ്സിലായി, എന്തായാലും നിങ്ങൾ ചെയ്ത ആ ക്രൂരതയ്ക്ക് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മോള് തന്നെയാണ്, ആ കുട്ടിയുടെ സമനില ആകെ തെറ്റിയേക്കും, ആ കുട്ടി ഇനിയിപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല,
മോളിപ്പോൾ എന്താ പറയണേന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞ് പോയില്ലോ എന്നും പറഞ്ഞ് ബഹളം വെക്കണ്ടെന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിനെ കൊല്ലാൻ നോക്കിയിട്ട് കരുണയുടെ കുഞ്ഞ് പോയതാന്ന് പുറത്താരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ. അതുമാത്രമല്ല പോലീസിലെങ്ങാനും ഇവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയും പ്രതാപനും പിന്നെ കരുണയും ജയിലിൽ പോകേണ്ട അവസ്ഥയും വരും. അതോർത്തിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, അത് മോള് ഓർമ്മയില്ലാണ്ട് പറയണേയിരിക്കും ഡോക്ടറെ, അവളുടെ സമനില തെറ്റിയെന്നല്ലേ ഡോക്ടർ പറഞ്ഞ്, അതുകൊണ്ടായിരിക്കും, അല്ലാതെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പറയും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ആ കുട്ടിയുടെ മാനസിക നില ആകെ തകർന്നു കിടക്കുക, ഇനി അത് നേരെയായി വരുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്ന്. അത് കേട്ടത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഉണ്ണിക്ക് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഡോക്ടർ നിൽക്കുന്നതുകൊണ്ട് ഉണ്ണിയൊന്നും മിണ്ടണില്ല. ഡോക്ടർ പോയതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇപ്പം അച്ഛനും മുത്തശ്ശിക്കും മതിയായില്ലേ? കരുണേനെ നിങ്ങൾ തന്നെ ഇത്രയധികം വഷളാക്കി കളഞ്ഞത്. ഏടത്തിയുടെ പരാജയം മാത്രമാണ് അവൾ ഇതുവരെയും കണ്ടിരുന്നത്. ഇപ്പം എന്തായി? അവളല്ലേ പരാജയപ്പെട്ടു പോയത്? ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് എപ്പോഴും അവൾ ഏടത്തിയെ കുത്തി നോവിക്കുമായിരുന്നു. അതിന് ദൈവങ്ങൾ കൊടുത്ത ശിക്ഷ ഇപ്പോൾ കിട്ടിയേക്കണേ. എന്തായാലും ഇനിയെങ്കിലും അച്ഛനും മുത്തശ്ശിയും കരുണയെ ഉപദേശിച്ച് നന്നാക്കുവാണെങ്കിൽ അതാ നല്ലത്. അല്ലെങ്കിൽ ഇനി ഇതിലും വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണേന്ന്. അത് കേട്ടതും പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ കൂടുതലും മിണ്ടല്ലേടാ, നിനക്ക് കമലേശ്വരത്തെ രാജാവായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്, എന്നിട്ടിപ്പോൾ നീ ഞങ്ങളെ തന്നെ കുറ്റം പറയണമെന്ന് ചോദിക്കുന്നു. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം അമ്മേ. ഈ പായസം എങ്ങനെ മാറിപ്പോയി എന്ന് അറിയണമല്ലോ. അത് മിക്കവാറും ആ മോഹിനി മനഃപൂർവ്വം കുഞ്ഞിന് മാറ്റി കൊടുത്തതായിരിക്കും. എന്തായാലും ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, ഇന്ന് അവളുടെ അവസാനമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ വീട്ടിൽ ചെന്നിട്ട് അവളെ കൊല്ലൊന്നും വേണ്ട, നല്ല പൊട്ടിക്കൽ വേണമെങ്കിൽ കൊടുത്തോ. എന്തായാലും അവളറിയാതെ ഒന്നും ഇത് സംഭവിച്ചിട്ടില്ല, പായസം മാറി കുഞ്ഞ് കുടിച്ചതുകൊണ്ടാണ് കുഞ്ഞിന് ഇതൊക്കെ സംഭവിച്ചതെന്ന്. അങ്ങനെ പ്രതാപൻ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നല്ലോ ഭഗവാനെ, അവളുടെ അച്ഛനും മുത്തശ്ശിയും ചെയ്യുന്ന ക്രൂരതയുടെ ഫലം അനുഭവിക്കുന്നത് എൻ്റെ മോളാലോ എന്നൊക്കെ ഇങ്ങനെ എണ്ണിപ്പറക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനിയുടെ ഫോണിലേക്ക് മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട്. ഫോണെടുത്ത് നോക്കിയത് മോളാലോ വിളിക്കണേന്ന് പറഞ്ഞ് വേഗം ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്, മോളെ ഉണ്ണി വിളിച്ചോ, ആസ്പത്രിയിലെ വിവരങ്ങൾ എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയില്ലല്ലോ അമ്മേ, ഇവിടെ അമ്മയ്ക്കും അറിയില്ലായിരുന്നു, ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ കരുണയുടെ കുഞ്ഞ് പോയെന്നും പറഞ്ഞ് അമ്മ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ടായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ് മോളെ, ഞാൻ കരുണമോളുടെ കുഞ്ഞ് പോയെന്നും പറഞ്ഞ് പ്രതാപേട്ടൻ്റെ അമ്മയും എന്നെ തല്ലാൻ വരെ വന്നു എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എന്തായാലും ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, ഇപ്പം അവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുന്നു. ആ സമയത്ത് മോളും കൂടി വരുവായിരുന്നെങ്കിൽ എനിക്കതൊരു സമാധാനമായി എന്ന് പറയുന്നു. പിന്നീട് ഫോൺ വെച്ചിട്ട് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ട അമ്മ അവിടെ ആകെ വിഷമിച്ചിരിക്കുക, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാൽ താൻ പോയി അമ്മയെ കണ്ടിട്ട് വാന്നും പറഞ്ഞ് കണ്ണൻ മഹാലക്ഷ്മിയെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി പോകാനിറങ്ങുന്ന സമയത്ത് നമ്മളുടെ ദുർഗ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ പോവാടി? അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാൻ പോവുമായിരിക്കുമല്ലേ, എൻ്റെ മോൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷം എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ചിന്താഗതിയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. എന്തായാലും കുഞ്ഞ് മരിച്ചതിൽ എനിക്കും സങ്കടമുണ്ട് എന്ന് വിചാരിച്ച് അമ്മ ഈ പറയുന്ന തോന്നിയാസമൊക്കെ കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് നേരമില്ല, ഞാൻ പോകാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ കരുണാലയത്തിലേക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് മോഹിനി വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ഓടി വരുന്നുണ്ട്. പ്രതാപനെ കണ്ടതും അടുത്തേക്ക് വന്നിട്ട്, പ്രതാപേട്ട കരുണമോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മോഹിനിയോട് പ്രതാപൻ പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നീ ആദ്യം അകത്തേക്ക് കയറി വന്നു പറഞ്ഞു. അങ്ങനെ മോഹിനി അകത്തേക്ക് കയറി ചെന്നതും പ്രതാപൻ മോഹിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടി എൻ്റെ കുഞ്ഞിന് വിഷം ചേർത്ത പായസം കൊടുത്തേന്ന്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, പ്രതാപേട്ടന് എന്തൊക്കെയാണ് പറയണത്, വിഷം ചേർത്ത പായസം ആർക്ക് കൊടുത്തു എന്നാന്ന് ചോദിക്കുമ്പം എൻ്റെ കരുണമോൾക്ക് നീ അല്ലേടി വിഷം ചേർത്ത പായസം കൊടുത്തേന്ന്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, വിഷം ചേർത്ത പായസം എവിടെ നിന്നതിന്, എല്ലാവരും കുടിച്ച പായസം തന്നെയല്ലേ കരുണമോളും കുടിച്ച, ആ പായസം കുടിച്ചിട്ട് നമുക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ, പിന്നെ കരുണമോൾക്ക് മാത്രമായിട്ട് പ്രശ്നം വന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, കരുണയ്ക്ക് മാത്രം പ്രശ്നം വന്നത് നീ വിഷം ചേർത്ത പായസം കരുണമോൾക്ക് കൊടുത്തതുകൊണ്ടാണ്. ആ സമയം മോഹിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പ്രതാപേട്ട ഈ പറയണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിന്നെ ഞാൻ കൊല്ലൂടിയെന്നും പറഞ്ഞ് മോഹിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നത്. മഹാലക്ഷ്മി വന്നിട്ട്
പ്രതാപനോട് എൻ്റെ അമ്മയെ വിടുന്നും പറഞ്ഞ് ഒച്ചയെടുക്കുമ്പോൾ പ്രതാപൻ മോഹിനിനെ വിടുന്നുണ്ട്. അങ്ങനെ മോഹിനി ഓടിച്ചെന്ന് മഹാലക്ഷ്മിയുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ എൻ്റെ കുഞ്ഞിന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയാൽ നിന്നെ വെറുതെ വിടില്ലടിയെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിനെ വീണ്ടും തല്ലാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ തൊട്ടു പോവരുത്, നിങ്ങൾ വിഷം ചേർത്ത പായസം കരുണ കുടിച്ചു എന്ന് പറയണില്ലേ, അപ്പോൾ പായസത്തിൽ വിഷം ചേർത്ത ആളാരാ, അതെന്തായാലും ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ, ഇപ്പം തന്നെ ഞാൻ ഈ വിവരം പോലീസിലെ അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മഹാലക്ഷ്മി ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അത് കണ്ട് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ആകെ പ്രാന്തെടുത്ത പോലെ നിൽക്കുന്നുണ്ട്. കാരണം പ്രതാപൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് മഹാലക്ഷ്മി കയറി വരുമെന്നും മഹാലക്ഷ്മി അത് കേൾക്കുമെന്നും. ആ ഒരു ഇതിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.